സ്വർഗവാസികൾ ആദ്യമായി സ്വർഗത്തിൽ വെച്ച് കഴിക്കുന്ന ഭക്ഷണം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഇൻഷാ അല്ലാഹ് ആ ഭക്ഷണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് എഴുതി വിടണേ. ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിങ്ങനെ വരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ്, ചെറിയ ഒരു ഹദീസ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലിനോട് എന്തും ചോദിച്ചു മനസ്സിലാക്കുന്നവരായിരുന്നു സ്വഹാബികൾ. അങ്ങനെ ഈ വിഷയം വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. എന്താ ചോദിച്ചത്? മാ അവ്വലു തുആമി യഅകുലുഹു അഹ്ലുൽ ജന്ന, സ്വർഗവാസികൾ ഭക്ഷിക്കുന്ന ആദ്യ ഭക്ഷണം ഏതാണ് പ്രവാചകരെ? ഏത് ഭക്ഷണമാണ്? സ്വർഗത്തിൽ ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്, പാനീയങ്ങളുണ്ട്. എന്നാൽ സ്വർഗവാസികൾ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണം ഉണ്ടാവും. നമ്മൾ സൽക്കാരത്തിന് പോയാൽ, നമ്മൾ വിരുന്നിന് പോയാൽ ഒക്കെ നമുക്ക് ആദ്യം ഒരു കുടിവെള്ളം കിട്ടും, അല്ലെ? സാധാരണ നമ്മൾ പതിവുള്ളത് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കും. അതുപോലെ ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു. ഒരാൾ ചോദിക്കപ്പെട്ടു. എന്താ ചോദിച്ചത്? ആദ്യമായിട്ട് ഭക്ഷിക്കപ്പെടുന്ന ഭക്ഷണം ഏതാണ്? അപ്പൊ ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല സിയാദത്തു കബ്ദിൽ ഹൂത്ത്, ഖാല സിയാദത്തു കബ്ദി ഹൂത്ത്, ഒരു മത്സ്യത്തിന്റെ കരളിന്റെ മുകളിലുണ്ടാകുന്ന മാംസമാണ്, സോഫ്റ്റ് ആയതായ ഒരു മാംസമാണ്. ഒരു മത്സ്യത്തിന്റെ ലിവറിന് മുകളിലുള്ള സോഫ്റ്റ് ആയ ഒരു ഇറച്ചിയാണ് സ്വർഗീയവാസികൾ ആദ്യമായിട്ട് കഴിക്കുക. സ്വർഗീയവാസികൾക്ക് ആദ്യമായിട്ട് കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണം ഒരു മത്സ്യത്തിന്റെ ലിവറിന് മുകളിലുള്ള വളരെ നോർമലായ സോഫ്റ്റ് ആയതായ രുചികരമായ ഒരു ഭക്ഷണമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബിയോട് പറയാണ്. അപ്പൊ അതാണ് ആദ്യമായിട്ട് സ്വർഗത്തിൽ ലഭിക്കുന്ന ഭക്ഷണം. ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് സുഖത്തിന്റെ കേന്ദ്രമാണല്ലോ, നമുക്കറിയാം. നമ്മെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എല്ലാ നിലക്കും സുഖങ്ങൾ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന, സുഖാനുഭൂതികൾ മാത്രമുള്ള ഒരു വാസസ്ഥലമാണ് സ്വർഗം. അതുകൊണ്ട് അവിടെ സ്വർഗീയവാസികൾ ആദ്യമായി കൊണ്ട് കഴിക്കുന്ന ഭക്ഷണം അതാണ് ഈ പറഞ്ഞത്. എന്ത്? സിയാദത്തു കബ്ദി ഹൂത്ത്, കരളിന് മുകളിൽ ഉണ്ടാകുന്ന സോഫ്റ്റ് ആയ ഒരു മാംസം. അത് എന്തിന്റെയാണ്? മൃഗങ്ങളുടെ ഒന്നും അല്ല പറയുന്നത്, ഒരു മത്സ്യത്തിന്റെയാണ്. ഒരു മത്സ്യത്തിന്റെ മാംസത്തെ സംബന്ധിച്ചാണ് സ്വർഗത്തിൽ ആദ്യമായി കൊണ്ട് ലഭിക്കുന്ന ഭക്ഷണം എന്ന് ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.